നിന്റെ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെ ആവില്ല. പലപ്പോഴും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാണല്ലേ അത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്താ പറയുക, നമ്മളതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിട്ടും മടുത്തിട്ടും അങ്ങനത്തെ ഒരു സ്റ്റേജിലെത്തിയിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണാതെ വരുന്ന എത്രയോ കാര്യങ്ങളുണ്ടല്ലേ. മടുത്തു പോകും നമ്മൾ. എന്താ പറയുക, ജീവിതം തന്നെ കൈവിട്ടു പോയി എന്ന് വിചാരിക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന മാത്രം എന്തേ കേൾക്കാത്തേ, എനിക്ക് മാത്രം എന്തേ ചെവി തരാത്തേ, അങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല, എവിടെ പോയി പ്രാർത്ഥിക്കണമെന്നറിയില്ല, ആകെ നിരാശയിലായിരിക്കുന്ന സമയം. അങ്ങനെയുള്ള ഒരുപാട് സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. ഇനി എന്ത് എന്നറിയില്ലാത്തൊരവസ്ഥ. ജീവിതം മുന്നോട്ടുണ്ടോ അതോ ഇവിടെ കൊണ്ട് അവസാനിച്ചോ, എല്ലാം കൈവിട്ടു പോയി, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ഒരിക്കലും നിരാശയിലേക്ക് പോകരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, വളരെ വൈകിയാണെങ്കിലും നമുക്ക് ഒരു മറുപടി തീർച്ചയായിട്ടും കിട്ടും. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു പദ്ധതി അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് കറക്റ്റായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള സമയത്ത് മാത്രമേ അത് നമ്മുടെ മുന്നിലേക്ക് വെളിപ്പെട്ട് കിട്ടുള്ളൂ. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് മാത്രം വിചാരിക്കുക. ഒരിക്കലും നിരാശയിലേക്ക് പോകരുത്. നമുക്ക് മുന്നേ പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അതിലും മേലെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമായിരിക്കും ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു വരം. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഒരിക്കലും നിരാശയിലേക്ക് പോകരുത്. ഒരിക്കലും നമ്മളെ കൈവിടില്ല. നമുക്കും ഒരു ദിവസം വരും. അതോർത്ത് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.